പ്രതിരോധ വ്യോമയാന മേഖലകളിൽ ഉൾപ്പെടെ 100% വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകി മോദി സർക്കാരിന്റെ വിദേശ നിക്ഷേപ നയം. ഇ-കൊമേഴ്സ്, ഔഷധ വാർത്താ പ്രക്ഷേപണ രംഗങ്ങളിലും 100% വിദേശ നിക്ഷേപത്തിനും തീരുമാനമായി. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ ചേരുകയാണ്. രാജേന്ദ്രൻ, വിവരങ്ങൾ. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. തീവ്ര ഉദാരവൽക്കരണത്തിന്റെ പാതയിൽ നിന്നും ഒരു കാരണവശാലും തന്നെ സർക്കാർ പിന്മാറില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് തന്ത്രപ്രധാനമായ മേഖലകളിൽ ഈ മേഖലകൾ 100% വിദേശ നിക്ഷേപത്തിനായി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പരമാധികാരത്തെ തന്നെ അത് ദോഷകരമായി ബാധിക്കും എന്ന വിമർശനങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വ്യോമയാന നയം, വ്യോമയാന മേഖലയാണ്. വ്യോമയാന മേഖലയിൽ 100% വിദേശ നിക്ഷേപം എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യോമയാന രംഗത്തെ പൂർണ്ണമായും തന്നെ വിദേശ കമ്പനികൾ, വിദേശ കുത്തകകൾ കീഴടക്കുന്ന, അവരുടെ കൈപ്പിടിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റൊന്ന് ഏറ്റവും നിർണായകമായ പ്രതിരോധ മേഖലയാണ്. പ്രതിരോധ മേഖലയിലെ 100% വിദേശ നിക്ഷേപം എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് രാജ്യസുരക്ഷയെ ഇത് ബാധിക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, വിമർശനങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും ഉയർന്നു വരും. ഔഷധ മേഖലയിൽ 74% വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയിരിക്കുന്നു. ഔഷധ മേഖലയിൽ ഇത്തരത്തിലൊരു കുത്തകവൽക്കരണം ഉണ്ടാകുന്നതോടുകൂടി സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് ഔഷധങ്ങളുടെ വില കുതിച്ചുയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വാർത്താ പ്രക്ഷേപണ മേഖലയിലെ ചില മേഖലകളിൽ, ഉദാഹരണം പറഞ്ഞാൽ കേബിൾ നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ട മേഖല, അതുപോലെ DTH, ഇത്തരം മേഖലകളിൽ 100% വിദേശ നിക്ഷേപം ഉണ്ടാകുന്നതോടുകൂടി അധികം താമസിയാതെ വൻകിട വിദേശ കുത്തക കമ്പനികൾ ഈ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇന്ത്യയിലെല്ലാം തന്നെ ചെറുകിട ഈ കേബിൾ ശൃംഖലകൾ, അതുപോലെ DTH ഓപ്പറേറ്റർമാർ, ഇവരെയെല്ലാം തന്നെ പൂർണ്ണമായും വിഴുങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇ-കൊമേഴ്സ് മേഖലയാണ്. ഇ-കൊമേഴ്സ് മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിനും അനുമതി നൽകിയിരിക്കുന്നു. ഇന്നിപ്പോൾ വാണിജ്യ മേഖല അത് പതുക്കെയായി അത് ഇ-കൊമേഴ്സ് മേഖല കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ കച്ചവടക്കാരൊന്നും തന്നെ കടയിൽ സാധനങ്ങൾ വിൽക്കേണ്ട ഒരു ആവശ്യമില്ല. മാത്രമല്ല ഉപഭോക്താക്കൾക്ക് കടയിൽ എത്തേണ്ട ഒരു സാഹചര്യമില്ല. ഇതെല്ലാം തന്നെ ഇമെയിലിലൂടെയും മൊബൈലിലൂടെയും എല്ലാം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ ഈ സാധനം എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ നഗരങ്ങളെല്ലാം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വലിയ ഒരു വിപണിയാണ്. ഇപ്പോൾ നിലവിലുള്ള ഈ വിപണി പ്രധാനമായും ഇന്ത്യൻ കമ്പനികളുടെ കൈകളിലാണെങ്കിൽ ഈ മേഖലയിലേക്ക് 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്നതോടുകൂടി വിദേശ കമ്പനികൾ ഈ ഇ-കൊമേഴ്സ് രംഗത്തെ കീഴടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. നേരത്തെ ഉദാരവൽക്കരണ നയം തുടങ്ങിയ ഘട്ടത്തിലും അത് വളരെ തീവ്രമായ രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ആ സമയത്തും പറഞ്ഞിരുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് പൊതുവെ നമ്മുടെ വാണിജ്യ മേഖല, അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖല, ഇവയെല്ലാം തന്നെ ഈ മേഖലകളിലെ വികസനം ത്വരിതപ്പെടുത്തും, വളർച്ച ത്വരിതപ്പെടുത്തും, നമുക്ക് മെച്ചപ്പെട്ട മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്ന ഒരു കാര്യം. എന്നാൽ സമീപകാലത്തെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് കാണാൻ സാധിക്കും. വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച രീതിയിൽ കൂടുകയല്ല, അത് വളരെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ കുറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കണ്ടത്. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇത് ഏത് രീതിയിൽ തൊഴിൽ മേഖലയെ സ്വാധീനിക്കുമെന്നതാണ്. ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ തൊഴിലവസരങ്ങൾ വൻതോതിൽ കൂടുമെന്നതായിരുന്നു ഇതിനെ പിന്തുണച്ചിരുന്ന സാമ്പത്തിക വിദഗ്ധർ, അതുപോലെ ഭരണാധികാരികളെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ നാമമാത്രമായ കഴിഞ്ഞ വർഷത്തെ 2014-2015 വർഷത്തിൽ വെറും 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ മാത്രമാണ് രാജ്യത്ത് അധികമായി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഉദാരവൽക്കരണം തീവ്രമായ രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച രീതിയിൽ തൊഴിലവസരങ്ങൾ ഉയരില്ല എന്ന ഒരു അവസ്ഥ നമ്മൾ നേരിൽ കാണുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാ വിമർശനങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ട് തന്ത്രപ്രധാന മേഖലകളിൽ 100% വിദേശ നിക്ഷേപത്തിനായി കേന്ദ്ര സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ് രാജേന്ദ്രൻ. തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളിലും 100% വിദേശ നിക്ഷേപം നടപ്പിലാക്കുന്നു. വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട മോഡി സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഇതൊക്കെ കൂടി നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോവുകയല്ലേ ഈ മോഡി സർക്കാരിന്റെ ഓരോ നീക്കങ്ങളും? ഇതൊരു തർക്ക വിഷയമാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനസംഘത്തിൻ്റെയും അതുപോലെ അതിനുശേഷം വന്ന BJP, സർവോപരി ഇവയ്ക്കെല്ലാം നേതൃത്വം നൽകുന്ന സംഘപരിവാർ തുടക്കം മുതൽക്ക് തന്നെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് സ്വദേശി എന്നതായിരുന്നു. സ്വദേശി എന്നതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ നെടുന്തൂൺ എന്ന ഒരു മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്.
എന്നാൽ ഇത്തരത്തിൽ സ്വദേശി അതുപോലെ ഭാരതീയത ഇത്തരം കാര്യങ്ങളിലെല്ലാം ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന സംഘപരിവാറിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർക്കാർ ആവട്ടെ നമ്മുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല വസ്തുക്കളുടെയും പല ആയുധങ്ങളായാലും അത്യാധുനിക ഉപകരണങ്ങളായാലും ഇവയുടെ എല്ലാം തന്നെ നിർമ്മാണം പൂർണ്ണമായും വിദേശ കമ്പനികളെ ഏൽപ്പിക്കുന്നതോടുകൂടി ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വയം പര്യാപ്തത തന്നെ ഇല്ലാതാവുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഔഷധ മേഖലയാണ് അത് ഏറ്റവും ദോഷകരമായി ബാധിക്കാൻ പോകുന്നത്. ഔഷധ രംഗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്കാർക്ക് വേണ്ട ഔഷധങ്ങൾ മാത്രമല്ല, മൂന്നാം ലോക രാജ്യങ്ങളിലെ രോഗികൾക്കെല്ലാം തന്നെ, രോഗികൾ അവിടെ ജീവിക്കുന്നവർ, ഇവർക്കെല്ലാം തന്നെ കുറഞ്ഞ ചെലവിൽ ഔഷധങ്ങൾ നൽകിയിരുന്ന രാജ്യം ഇന്ത്യയായിരുന്നു. ഇപ്പോഴും അതെ, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഔഷധങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത് ഇന്ത്യയായിരുന്നു. എന്നാൽ ഈ മേഖല പൂർണ്ണമായും വിദേശ കമ്പനികൾ കൈയെടുക്കുന്നതോടുകൂടി ഈ ഔഷധങ്ങളുടെ വില ഭീമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ തന്നെ അത് പ്രകടമാണ്. അത് കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഇന്ത്യയെ കുറഞ്ഞ വിലയ്ക്ക് ഈ ഔഷധങ്ങൾക്കായി ആശ്രയിച്ചിരുന്ന മറ്റ് ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇതേപോലെ തന്നെ വലിയ തുക കൊടുത്ത് ബഹുരാഷ്ട്ര കമ്പനികളുടെ ഔഷധങ്ങൾ വാങ്ങാൻ അവരെല്ലാം തന്നെ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ടാവും. വാർത്താ പ്രക്ഷേപണ രംഗത്ത് ഇനിയും അതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതെല്ലാം കേബിൾ ശൃംഖലകൾ, DTH ഓപ്പറേഷൻ, ഈ മേഖലകളിലെല്ലാം തന്നെ 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്നതോടൊപ്പം അനുബന്ധമായി ഇതെങ്ങനെ വാർത്താ ചാനലുകളെ എത്ര കണ്ട് ബാധിക്കും, അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ നമുക്കിനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഏറ്റവും നമ്മൾ താഴെത്തട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചെറുകിട വാണിജ്യ മേഖലയിലെ സ്വകാര്യ കമ്പനികളുടെ കടന്നുകയറ്റം തന്നെ ഈ ചെറുകിട വാണിജ്യ രംഗത്ത് ഏറ്റവും താഴെത്തട്ടിൽ പെട്ടിക്കടകൾ, അതുപോലെ പച്ചക്കറി കടകൾ, പലചരക്ക് കടകൾ, ഇവയെല്ലാം തന്നെ അത് ബാധിച്ചിരുന്നു. എന്നാൽ ഈ മേഖലയിലേക്ക് ഇനി കൊമേഴ്സ് വളരെ ഊർജിതമായ രീതിയിൽ അതിനകത്ത് ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഏറ്റവും ഗ്രാമങ്ങളിൽ പോലുമുള്ള ചെറുകിട കച്ചവടക്കാരെ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. തീർച്ചയായും അത് തന്നെയാണ് രാജേന്ദ്രൻ. ഒരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ സ്വദേശിവൽക്കരണം, നിദാഖാത്ത് പോലുള്ള സ്വദേശിവൽക്കരണമൊക്കെ നടപ്പിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രം സ്വദേശികളെ അവഗണിച്ചുകൊണ്ട് വിദേശികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന, അല്ലെങ്കിൽ വിദേശ നിക്ഷേപത്തിന് പ്രാധാന്യം നൽകുന്ന തരത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ വേണം ആ കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണാൻ? നിതാഖത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തൊഴിലവസരങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ തൊഴിലവസരങ്ങൾ അത് അവിടുത്തെ ആൾക്കാർക്ക് തന്നെ ലഭിക്കണം. മറ്റുള്ളവർ പുറത്തു നിന്നുള്ളവർ അവിടെ എത്തി ഈ തൊഴിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തദ്ദേശികർക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതാവും എന്ന ഒരു ഭീതിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം കർശനമായ നടപടികൾ കൈക്കൊള്ളുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ആവശ്യം രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന്, തൊഴിലവസരങ്ങൾ ഇവിടെ വൻതോതിൽ വർദ്ധിക്കണം. അതിന് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന 100% വിദേശ നിക്ഷേപം ഫലവത്താവുമോ എന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിരോധ രംഗത്ത് അതുപോലെ വ്യോമയാന രംഗത്തൊന്നും 100% വിദേശ നിക്ഷേപം അനുവദിച്ചു കഴിഞ്ഞാൽ അതൊന്നും വൻതോതിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ അത് ഉപയുക്തമാവില്ല എന്ന് ആഗോളതലത്തിലുണ്ടായ നിരവധി പരീക്ഷണങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ ഫ്രാൻസ് എന്ന രാജ്യം എടുക്കുക. ഫ്രാൻസിൽ ഇപ്പോൾ അതിശക്തമായ പ്രക്ഷോഭം നടക്കുകയാണ് തൊഴിലാളികളുടെ. കാരണം അവിടെ ഊർജിതമായ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയത് മൂലം തൊഴിലവസരങ്ങൾ കൂടുകയല്ല, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെയും സമാനമായൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ ആരോഗ്യം, ഇപ്പോൾ തൊഴിൽ രംഗത്ത് ഇതുപോലെ തന്നെ ആരോഗ്യം, ഈ വിദേശ കുത്തകകൾ ഇവിടുത്തെ ഔഷധ കമ്പനികൾ കീഴടക്കി കഴിഞ്ഞാൽ, അവരുടെ കൈപ്പിടിയിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഔഷധങ്ങളുടെ വില വൻതോതിൽ വർദ്ധിക്കും. ഇത് ആരോഗ്യരംഗത്ത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ ട്രേഡ്, വാണിജ്യത്തിൻ്റെ കാര്യത്തിലും ഈ നമ്മുടെ നാട്ടിലെ മുക്കിലും മൂലയിലുമുള്ള ഈ പെട്ടിക്കടകൾ, ചായക്കടകൾ, അതുപോലെ പച്ചക്കറി കടകൾ, പലവ്യഞ്ജന കടകൾ, ഇവയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും കൊമേഴ്സ് രംഗത്തേക്ക് മാറുകയും ജനങ്ങൾ കൂട്ടത്തോടുകൂടി കൊമേഴ്സിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതോടുകൂടി അത് ഈ തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആൾക്കാരെ സ്വാഭാവികമായും ബാധിക്കും. അതേസമയം അതിൻ്റെ സാധ്യതകൾ, അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടം പോകുന്നത് നമ്മുടെ തദ്ദേശീയർക്കല്ല, മറിച്ച് അത് ബഹുരാഷ്ട്ര കമ്പനിയുടെ കൈകളിലകപ്പെടും. എന്നാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ നേരത്തെ പല ഘട്ടത്തിലായി ഉയർന്നിരുന്നു. ഇതിനെല്ലാം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി
ഈ ഒരു തീവ്ര ഉദാരവൽക്കരണ നയങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും രാജേന്ദ്ര, ഒരു കാര്യം കൂടിയുണ്ട്. മുൻപ് ഇത് നടപ്പിലാക്കിയത് ഒരു പക്ഷേ മുൻ സർക്കാരിന്റെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ഉദാരവൽക്കരണ നയങ്ങൾ അന്ന് അവലംബിച്ചതാണ്. അതിന്റെ ഒരു തുടർച്ച എന്നോണം തന്നെ ഏറെ കുറ്റപ്പെടുത്തി, അന്നത്തെ കാലത്ത് ഏറെ കുറ്റപ്പെടുത്തലുകൾ വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിരുന്നു ഈ ഒരു വിഷയത്തിൽ മൻമോഹൻ സിംഗിന് സർക്കാരിന്. ഇപ്പോൾ അതേ തുടർച്ച തന്നെ ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ മോദി സർക്കാരും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഉദാരവൽക്കരണ നയം അത് ആരംഭിക്കുന്നത് 92-ൽ നരസിംഹറാവു സർക്കാരാണ് അത് ആരംഭിക്കുന്നത്. നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ. അന്ന് മൻമോഹൻ സിംഗ് ആ സർക്കാരിൽ ധനമന്ത്രിയായിരുന്നു. അവരാണ് ഇത് ഇന്ത്യയിൽ തുടക്കമിടുന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ ഇതിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തുകയും ശബ്ദിക്കുകയും ചെയ്തിരുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയായിരുന്നു. അന്നാണ് ഈ സ്വദേശി എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് BJP എല്ലാം ഇതിനെതിരെ വലിയ പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് AB വാജ്പേയിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ, NDA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ കൂടുതൽ ഊർജിതമായി ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രധാനമന്ത്രി വാജ്പേയി, അന്ന് മുൻ പ്രധാനമന്ത്രി വാജ്പേയി 6 വർഷക്കാലം ഇന്ത്യ ഭരിച്ചിരുന്നു. ആ 6 വർഷക്കാലവും ഉദാരവൽക്കരണ നയങ്ങൾ തന്നെയാണ് നടപ്പിലാക്കിയത്. ഇപ്പോൾ പ്രതിരോധ രംഗത്തിൻ്റെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ 2000-ലാണ് ഈ പ്രതിരോധ രംഗത്ത് ആദ്യമായി വിദേശ നിക്ഷേപം 26% വിദേശ നിക്ഷേപം അനുവദിച്ചുകൊണ്ട് ഈ നരസിംഹറാവു. രാജേന്ദ്രൻ ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം സമ്പത്ത് MP കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സമ്പത്ത് MP, പ്രതിരോധ വ്യോമയാന മേഖലകളിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം 100% വിദേശ നിക്ഷേപത്തിനാണ് ഇപ്പോൾ മോദി സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. കൊമേഴ്സ്, ഔഷധ, വാർത്താ പ്രക്ഷേപണ രംഗങ്ങളിലൊക്കെയും 100% വിദേശ നിക്ഷേപത്തിനാണ് തീരുമാനമായിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പുരോഗതിയെയും വളരെ ദോഷകരമായി ബാധിക്കാൻ പോകുന്നതും അങ്ങേയറ്റത്തെ സാമൂഹ്യ അസമത്വം ഉണ്ടാക്കാനിടയുള്ളതുമായിട്ടുള്ള നയങ്ങളാണ്. ഇത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്നത് മാത്രമല്ല, രാജ്യത്തെ തൊഴിലവസരങ്ങളെ അടക്കം കൊല്ലുന്നതുമായിട്ടുള്ള ഒരു നിലപാടാണ്. കോൺഗ്രസും BJPയും ഒരേ നാണയത്തിന്റെ 2 മുഖങ്ങളായി സാമ്പത്തിക നയങ്ങൾ പിന്തുടരുന്ന കാര്യത്തിൽ അവർ പലപ്പോഴും അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്കെതിരായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി പറയുക, തിരിച്ച് അവർ അധികാരത്തിൽ വരുമ്പോൾ അത് തന്നെ കൂടുതൽ വ്യഗ്രതയോടുകൂടി നടപ്പാക്കുക. ഇതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി 1991 മുതൽ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ആഗോളീകരണത്തിന് യാതൊരു വിധത്തിലുള്ള മാനുഷിക മുഖവുമില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് കൂടുതൽ ഇൻഡിജനൈസേഷൻ, കൂടുതൽ ആഭ്യന്തര ഉൽപാദനം, ആഭ്യന്തരവൽക്കരണം നടപ്പാക്കണമെന്നുള്ളത് വിശ്വപൗരനായ മലയാളിയായിരുന്ന VK കൃഷ്ണമേനോന്റെ തന്നെ അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു. അതിന്റെ പേരിൽ അന്ന് കോൺഗ്രസിനകത്തു നിന്ന് പോലും അദ്ദേഹം രൂക്ഷമായ ആക്രമണങ്ങളെയാണ് നേരിടേണ്ടി വന്നത്. ഇവിടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലും ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളിലും അതുപോലെ സിവിൽ വ്യോമയാന രംഗത്തും എല്ലാം തന്നെ ഇനി പ്രക്ഷേപണ രംഗത്തും എല്ലാം ഈ വിധത്തിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം തന്നെ അപ്രസക്തമാകാൻ പോവുകയാണ്. ഇന്ത്യയിലെ എന്റർപ്രണർഷിപ്പ് പൂർണ്ണമായി കൊല ചെയ്യപ്പെടാനായി പോവുകയാണ്. ഇന്ത്യക്കാരുടേതായ വ്യവസായ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലേക്ക് എത്തും. ഇവിടെ മുമ്പ് ഈ റീറ്റെയിൽ വ്യാപാര മേഖലയിലേക്ക് വിദേശ നിക്ഷേപം അനുവദിക്കുന്ന കാലത്ത് എന്തായിരുന്നു BJP എടുത്ത നിലപാട്? 2ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് അത് മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം തന്നെ സഭയ്ക്കകത്തും പുറത്തും നിലപാടെടുത്ത BJP പിന്നീട് എന്താണ് നിലപാടെടുത്തത്? ഇതെല്ലാം തന്നെ അവർ പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ള സ്വദേശി എന്ന മുദ്രാവാക്യം അത് വാസ്തവത്തിൽ ആളുകളെ പറ്റിക്കാനുള്ള ഒരു മുദ്രാവാക്യം മാത്രമാണ് എന്നും ഈ രാജ്യം ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ദിസ് നേഷൻ ഈസ് ഫോർ സെയിൽ, ദ ഇന്ത്യ ഈസ് ഫോർ സെയിൽ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ നിലയിലേക്ക് എത്തും. ഇന്ത്യയുടെ പ്രതിരോധ രംഗം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്ലേയിങ് എ സെക്കൻഡ് ഫിഡിൽ ടു ദ US ഇൻട്രസ്റ്റ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തീർച്ചയായും അത് തന്നെയാണ്. നമ്മുടെ തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളിലും 100%ത്തിലേക്ക് നിക്ഷേപം എത്തുമ്പോൾ അത് ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിൽ ഏറെ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നതുമാണ്. എന്നിട്ടും മോഡി സർക്കാർ ഈ ഒരു നീക്കത്തിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? നിശ്ചയമായും ഈ ചോദ്യം നമ്മളത് വളരെ വിശദമായി പിന്നീട് ഇത് ചർച്ച ചെയ്യേണ്ടുന്നതായ ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഈ ചൈന ഉൾക്കടലിൽ ഇന്ത്യയും ജപ്പാനും അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളും ചേർന്ന് ഒരു സംയുക്ത നാവിക അഭ്യാസം അത്
അതിനെ അവർ പേരിട്ടത് എന്താണ്? മലബാർ, എക്സസൈസ് മലബാർ എന്നതാണ്. മലബാർ വാസ്തവത്തിൽ കേരളീയരുടേതാണ്. അപ്പോൾ ഈ മുമ്പ് ഒരു ആണവ വിസ്ഫോടനം നടത്തിയപ്പോൾ ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിട്ട് ശ്രീബുദ്ധനെ കളിയാക്കിയതുപോലെ ഈ വിധത്തിൽ ഒരു നേവൽ എക്സർസൈസിനെ മലബാർ എന്ന പേരിടുക, ആ മലബാർ എന്ന പേരിടുന്നത് വാസ്തവത്തിൽ സാമ്രാജ്യത്വത്തിനെതിരായി ഏറ്റവും കൂടുതൽ പോരാടി ചരിത്രമുള്ളതും അത്തരത്തിലുള്ള ശക്തികൾക്കെതിരായി നിലപാടെടുത്തിട്ടുള്ളതുമായ കേരളീയരെ അപമാനിക്കുന്നത് പോലെ. എന്നാൽ ഈ ഇന്ത്യയുടെ നാവികപ്പടയുമായി ചേർന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന് യൂറോപ്യൻ മേഖലകളിലൊന്നും തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറല്ല. ഇന്ത്യയെ വാസ്തവത്തിൽ ചൈനയ്ക്കെതിരായി എടുക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒരു ചതുരംഗ പലകയിൽ വാസ്തവത്തിൽ ഈ നമ്മൾ ചില കരുക്കൾ നീക്കുന്നത് പോലെ, നേരിട്ടൊരു കരുവിനെ നീക്കാതെ മറ്റൊരു കരുവിനെ നീക്കുന്നത് പോലെ ഇന്ത്യ ഈ വിധത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ പോകുന്നതായ തീരുമാനമാണിത്. വളരെയധികം നന്ദി സമ്പത്ത്, ഞങ്ങളോട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. പ്രതിരോധ വ്യോമയാന മേഖലകളിൽ ഉൾപ്പെടെ 100% വിദേശ നിക്ഷേപത്തിനാണ് മോദി സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഇ കൊമേഴ്സ്, ഔഷധ, വാർത്താ പ്രക്ഷേപണ രംഗങ്ങളിലൊക്കെയും 100% വിദേശ നിക്ഷേപമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് തുടങ്ങി. പരേഡിനായി കുന്നുംപുറം മജിസ്ട്രേറ്റ് ജില്ലാ ജയിലിലെത്തി. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വിവരങ്ങൾ. അഞ്ചു, തിരിച്ചറിയൽ പരേഡ് കൃത്യം 3 മണിക്ക് തന്നെ തുടങ്ങിയെന്ന് നമുക്ക് പറയാം. കാരണം ഇതിനു മുൻപായി 2:20 തന്നെ കുന്നുംപുറം മജിസ്ട്രേറ്റ് ഷിബു ദാനിയൽ ജില്ലാ ജയിലിനകത്തേക്ക് എത്തി. കൃത്യം 3 മണിയോടെ തന്നെ സാക്ഷിയായ ഒരു സ്ത്രീയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ജിഷയുടെ വീടിന് സമീപത്ത് നിന്നും ഈ കൊലപാതക ദിവസം സംശയാസ്പദമായ നിലയിൽ ഒരു യുവാവിനെ കണ്ടു എന്ന് മൊഴി നൽകിയ സ്ത്രീയാണ് ഇപ്പോൾ തിരിച്ചറിയൽ പരേഡിനായി അകത്തേക്ക് പോയിരിക്കുന്നത്. അവർ തിരിച്ച് ഇറങ്ങിയിട്ടില്ല. അമീറുൽ ഇസ്ലാമുമായി സാദൃശ്യമുള്ള 10 പേരെ ഇതിനകത്ത് പരേഡിനായി നിർത്തിയിട്ടുണ്ട്. അവരിൽ നിന്നാണ് അമീറുലിനെ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ ഇവരുടെ തിരിച്ചറിയൽ പരേഡ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറ്റ് സാക്ഷികളൊന്നും എത്തിയിട്ടില്ല. ഒരുപക്ഷെ എത്തുമായിരിക്കും. ഈ തിരിച്ചറിയൽ പരേഡ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കുക. ഉമേഷ്, ഈ തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞ് ആരും പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ മാത്രമാണ് ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുള്ളത്. ഇത് അയൽവാസിയായ സ്ത്രീയാണ്. ഇവർ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. അപ്പോൾ അവർ പറയുകയാണെങ്കിൽ അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാവും. എന്തായാലും ഇപ്പോൾ ഒരാൾ മാത്രമേ അകത്ത് കയറിയിട്ടുള്ളൂ. അവർ തിരിച്ചിറങ്ങിയിട്ടില്ല. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്മതി സാങ്വാനെ പുറത്താക്കി അച്ചടക്ക ലംഘനം നടത്തിയതിനാണ് നടപടി. ഇത് സംബന്ധിച്ച് CPIM വാർത്താക്കുറിപ്പ് ഇറക്കി. ബംഗാളിലെ CPIM കോൺഗ്രസ് ധാരണയുടെ പേരിൽ രാജിവെച്ചതായി ജഗ്മതി സാങ്വാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും.